യെസ്, ആമിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഇടവേളയ്ക്ക് മുൻപ് കണ്ടത് മാൻഹോളിൽ നടത്തിയിരുന്ന തെരച്ചിലായിരുന്നു. അവിടെ നിന്ന് മാൻഹോളിലേക്ക് ഇറങ്ങിയ സ്കൂബ ടീം അംഗങ്ങൾ തിരിച്ച് കയറിയിരിക്കുകയാണ്. ഇനി എന്താണ് അവിടെ അടുത്ത നീക്കങ്ങൾ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നമുക്ക് മുഹമ്മദ് ആഷിഖിലേക്ക് കൂടി പോകാമെന്ന് തോന്നുന്നു. ആഷിഖ്, ഈ ജോയ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്നാണ് വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ആഷിഖ്, അവിടെ നമ്മൾ നേരത്തെ കണ്ടത് JCB ഉപയോഗിച്ച് റോബോട്ടിനെ ഈ അപകടത്തിൽപ്പെട്ട സ്ഥലത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. അവിടെ എങ്ങനെയാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അത് സാധ്യമായിട്ടുണ്ടോ? റോബോട്ടിനെ ഇറക്കിയോ അവിടേക്ക്? പരിശ, റോബോട്ടിനെ ഇറക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടു എന്നാണ് പറയാൻ കഴിയുക. ഇവിടെ നിന്ന് ജോയി അപകടപ്പെട്ട സ്ഥലത്ത് ചുറ്റും ഗ്രില്ലുകൾ ഘടിപ്പിച്ച ഒരു നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ റോബോട്ടിനെ ഇറക്കുന്നത് കൂടുതൽ പ്രയാസകരമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് മറ്റൊരിടത്ത് നിന്ന് റോബോട്ടിനെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറക്കാനുള്ള ആദ്യഘട്ടം പൂർത്തിയായപ്പോഴേക്കും തിരിച്ച് മുകളിലേക്ക് എടുക്കുകയും പിന്നീട് മറ്റൊരിടത്ത് നിന്ന് റോബോട്ടിനെ ഇറക്കാനുള്ള ശ്രമമാണ്. നമുക്ക് NDRF കമാൻഡർ നമുക്കിപ്പോൾ ഉണ്ട്. സാർ, എന്താണ് ഈ റോബോട്ടിനെ ഇപ്പോൾ തിരിച്ചു കയറ്റാനുള്ള സാഹചര്യം? സാർ, ഇവിടുന്ന് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലെങ്ത് കുറച്ചേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ കൂടെ പോകുമ്പോൾ നമ്മുടെ കേബിളിൻ്റെ ലെങ്ത് കുറവല്ല, അതിൻ്റെ കേബിളിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ ഇതുവഴി ഇറക്കുവാണെങ്കിൽ ഇതുവഴി കറങ്ങി പോകുമ്പോഴത്തേന് കുറച്ച് ദൂരെ ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവഴി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് അകത്തോട്ട് പോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. ക്യാമറ വയേർഡ് ക്യാമറയാണ്. ഇത് വയേർഡ് ക്യാമറയാണ്. അപ്പുറം ഈ സ്കൂബ ഡൈവിംഗ് ടീം തിരിച്ചു വരികയാണ് ഇത്. അപ്പോൾ ഇവിടെ റോബോട്ടിന്റെ ഒരു സംവിധാനം എങ്ങനെ നമ്മൾ സഹായിക്കുന്നതാണ് കരുതുന്നത്? ഞങ്ങൾ ഇവിടെ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുമല്ലേ, അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഇറങ്ങുന്നത്. ഇതിനകത്ത് ക്യാമറാസ് വഴി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും എന്തൊക്കെ ഉണ്ടെന്ന്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ബാക്കി ഓപ്പറേഷൻ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇത് ഇറക്കുന്നത്. ഇവിടെ സ്കൂബ ഡൈവിംഗ് ടീമുകൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. ഡൈവിംഗ് ടീം ഞങ്ങളുടെ ടീം കൂടെ പോകുന്നുണ്ട്. NDRF സംഘത്തിനൊപ്പം എത്തിയ സ്കൂബ ഡൈവിംഗ് ടീം ഈ റോബോട്ടിനൊപ്പം ഇറങ്ങും എന്നുള്ളതാണ് NDRF സംഘത്തിന്റെ കമാൻഡർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. ആദ്യം ഇതൊരു വയർലെസ് ക്യാമറയല്ല തുരങ്കത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് അതിന് പരിമിതികളുണ്ട്. കൂടുതൽ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ തുരങ്കത്തിന് കൂടുതൽ അടുത്തുള്ള ഒരു ഭാഗത്തിലൂടെ ഈ റോബോട്ട് ഉള്ളിലേക്ക് കടത്തിവിടണം. അതുകൊണ്ടാണ് ആദ്യം ഇറക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഈ റോബോട്ടിനെ ഇറക്കുന്നത് മാറ്റിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റോബോട്ടിനൊപ്പം തന്നെ റോബോട്ട് എത്ര ഉള്ളിലോട്ട് പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വലിയ മാലിന്യ കൂമ്പാരം അതിന് ഉള്ളിലുണ്ടെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ റോബോട്ടിനൊപ്പം NDRF സംഘത്തിനൊപ്പം പ്രത്യേകം പരിശീലനം ലഭിച്ച പ്രത്യേക സ്കൂബ ടീം അതിനൊപ്പം ഉള്ളിലേക്ക് പോകും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെയാണെങ്കിൽ ഒരു റോബോട്ടിന്റെയും സ്കൂബ ടീമിന്റെയും കൂടിയുള്ള ഒരു സംയോജിത തിരച്ചിൽ പ്രവർത്തനമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് കരുതാം. സ്കൂബ ടീം ഈ ഏതാണ്ട് 30 അംഗ ടീമാണ് NDRF സംഘം പത്തനംതിട്ടയിൽ നിന്ന് ഇന്നലെ രാത്രി എത്തിയത്. അതിൽ വിവിധ ടീമുകളായി വിവിധ തലങ്ങളിൽ പരിശീലനം ലഭിച്ച ആളുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു പ്രത്യേക ടീം തന്നെ സ്കൂബ ടീമായി ഉണ്ടായിരുന്നു. അവരായിരിക്കും ഇപ്പോൾ ജോയിയെ കാണാതായി പോയ ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് പിന്നിലുള്ള തുരങ്കത്തിനുള്ളിലേക്ക് കടക്കുക. അതിന് ഈ പോകുന്ന സ്കൂബ ടീമിന് ഒരു മുന്നോടി എന്ന നിലയ്ക്കാണ് റോബോട്ടിനെ കടത്തിവിടുന്നത്. അതിന്റെ ഒരു പരിമിതി എന്ന നിലയിൽ NDRF സംഘങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇത് വയേർഡ് ക്യാമറയാണ്, വയർലെസ് ക്യാമറയല്ല. ഈ മുകളിലിരിക്കുന്ന ആദ്യത്തെ മൊഡ്യൂളും നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന മൊഡ്യൂളും ഈ തുരങ്കത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന മൊഡ്യൂളും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വയറുണ്ട്. ഈ വയറ് ഈ റോബോട്ടിന്റെ സഞ്ചാര സാധ്യതയെ പരിമിതിപ്പെടുത്തുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു വയർലെസ് ക്യാമറയായിരുന്നെങ്കിൽ കൂടുതൽ ഉള്ളിലേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ടാകും. ആ പശ്ചാത്തലത്തിലാണ് പരമാവധി തുരങ്കത്തിനുള്ളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരിടത്ത് വെച്ച് റോബോട്ടിനെ അകത്തേക്ക് കടത്തിവിടാനുള്ള ഒരു നീക്കം NDRF സംഘം നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അപ്പുറം 3-ാം പ്ലാറ്റ്ഫോമിൽ സ്കൂബ ടീം അംഗങ്ങൾ വലിയ മാലിന്യ കൂമ്പാരത്തെ കണ്ട് മടങ്ങി വരുന്ന ഒരു പശ്ചാത്തലം ഉള്ളതിനാൽ തന്നെ ഇവിടെ നിന്നിറങ്ങുന്ന സ്കൂബ ടീം അംഗങ്ങൾക്ക് ഒരു മുൻകരുതൽ, ഒരു മുന്നോടി എന്ന നിലയിൽ ഒരു റോബോട്ടിനെ കൂടി കടത്തിവിടുകയും അവിടുത്തെ ദൃശ്യങ്ങൾ വിലയിരുത്തി ഇവർക്ക് കൂടുതൽ സഞ്ചാരത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് നൽകാനുമുള്ള ഒരാലോചനയാണ് NDRF സംഘങ്ങൾ നടത്തുക. ജോയിയെ ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ അധികൃതരടക്കം പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഡെപ്യൂട്ടി കളക്ടർ അശ്വതി ശ്രീനിവാസ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും തിരുവനന്തപുരം കോർപ്പറേഷന്റെയും അധികൃതരടക്കം ഇവിടെ ഉണ്ട്. ഇവരുടെ എല്ലാം ഒരു ഏകോപനം ഇവിടുത്തെ തിരച്ചിൽ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാത് ഘട്ടങ്ങളിൽ NDRF ടീം അംഗങ്ങളോട് ഈ തിരച്ചിൽ പ്രവർത്തനത്തിന്റെ
പുരോഗതി വിലയിരുത്താൻ ഇവർ നിരന്തരം ഇവിടെ എത്തുന്നുണ്ട്. അതിന്റെ വിലയിരുത്തലുകൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇന്നലെ 11:15 ഈ ഭാഗത്ത് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ പിന്നിൽ കാണാതായ